ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ യാഷിന്റെ പുതിയ പടമായ ടോക്സിക്കിന്റെ ടീസർ റിയാക്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യാഷിന്റെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോൺട്രവേഴ്സി ആയ ഒരു വീഡിയോ ആയിരുന്നു. ആൻഡ് അതിന് 100 മില്യൺ വ്യൂസ് ആണ് വന്നത്. ആൻഡ് 1 മില്യൺ ലൈക്ക് ഉണ്ട്. ഇപ്രാവശ്യം അവർ 4 ഭാഷകളായിട്ട് 4 വീഡിയോസ് ആണ് റിലീസ് ആയത്. നമുക്ക് മലയാളത്തിലാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഗീതു മോഹൻദാസ് ആണ് പടത്തിന്റെ ഡയറക്ടർ, എല്ലാവർക്കും അറിയാം. KNV പ്രൊഡക്ഷൻ ആണ്. നമുക്ക് ടീസർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ ഗൈസ്, 3, 2, 1. അടുത്ത മാസം 19 റിലീസോ? ശരിയാ. നമ്മുടെ ദുരന്തറിന്റെ കൂടെയാണോ അല്ലേ? ഭയങ്കര 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 വയലൻസ് വേണമല്ലോ. നല്ല സിനിമ ആണ്, ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഡബിൾ റോളാണ് ഇപ്പോൾ പുള്ളിക്കാരനെ വരുന്നത്. അച്ഛനും മോനും റോളായിട്ടാണ്. എനിക്ക് ചോദിക്കാനുള്ളത് സെയിം ക്വസ്റ്റ്യൻ. ഇവർ 5 നടിമാരെ പോസ്റ്ററൊക്കെ ഇറക്കി വിട്ടിട്ട് ഒരാളെ പോലും ടീസറിൽ കാണിച്ചില്ല. ഓക്കെ, അതൊക്കെ ഡയറക്ടറിൻ്റെ ഇഷ്ടങ്ങളാണ്. സംഭവം ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കിട്ടില്ല മേക്കിംഗ്. പക്ഷേങ്കിൽ ഇതിൽ ഡയലോഗുകളൊക്കെ കോപ്പിയടിയാണ് ഗൈസ്. ഫസ്റ്റ് ടീസറിൽ ഇറങ്ങിയ ഡയലോഗ് ഡാഡീസും ബോയ്സിലെ കോപ്പിയടി. ഈ ഡയലോഗും സെയിം പുറത്തുനിന്ന് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ട്. ഈ ഡയലോഗ് സ്റ്റോറി ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല അത് കണ്ടിട്ട്. ആൻഡ് തിരക്കേടില്ലാത്തൊരു ടീസർ. ആൻഡ് ഗീതു മോഹൻദാസിൽ നിന്ന് ഞാൻ അതൊന്നല്ല പ്രതീക്ഷിച്ചത്. സംഭവം കുറച്ച് വൈൽഡ് പരിപാടിയാണ് പുള്ളിക്കാരി പിടിച്ചത്. ഓഫ്കോഴ്സ് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവും. പാൻ ഇന്ത്യൻ മൂവിയാണ്, അത്രയും പേരെ സംതൃപ്തിപ്പെടുത്തണം. സോ ഇവർ ഇതുപോലത്തെ ഒരു പരിപാടി പിടിക്കണം. ഇത് ഏത് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്നൊന്നും മനസ്സിലാവും. കണ്ടിട്ടൊരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് തോന്നുന്നത്. ആൻഡ് ലാസ്റ്റിലേക്ക് ആ സീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം ഈ പടത്തിന് പോകണോ ദുരന്തറിന് കയറണമെന്നാണ്. ഫസ്റ്റ് ഏത് പടത്തിന് കയറും എന്നുള്ളത് ഡൗട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ഏത് പടത്തിനാണ് കയറുന്നത്? നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവർക്കും ബൈ.